ഞാൻ ചെയ്യൂല എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ കണ്ടന്റ് ഇടും. ജാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജാസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചില പകൽമാന്യന്മാർക്ക് വല്ലാണ്ട് അങ്ങോട്ട് പൊള്ളലുണ്ട്. എന്നാലോ ഇവനെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ ട്രോളന്മാർക്ക് ഇട്ടു കൊടുക്കണേന് അവർക്ക് ഒന്നുമില്ല. അപ്പൊ അവര് പറയാം അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ എന്ന്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്യാമെങ്കിൽ അതിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, ഈ തലമുറയുടെ തന്നെ ഒരു നാശത്തിലേക്കുള്ള പോക്കാണ് ഈ പോക്ക്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യണം എന്നുള്ള തോന്നല് ഈ ട്രോളന്മാർക്കും വരുന്നത്. ഇപ്പൊ നോക്കിയേ, സണ്ണി ലിയോന്റെ പാവാടക്ക് ഇറക്കം പോരാന്ന് ആരാ പറയുന്ന അറിയോ? മിയ ഖലീഫ. ഒന്ന് കേട്ടു നോക്കിയേ. ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങൾ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ നടക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? ഓനിക്ക് ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയില്ല. അത്ര ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞതാ. ഈ ഒരു ഡാൻസ് കളിച്ചിരുന്നില്ലേ, ഈ ഡാൻസ് ഒന്ന് കാണി ആദ്യം. എന്റെ കണ്ടോ ഈ ഡാൻസ്? ഇതുപോലെ ഇവിടെ നിന്നിട്ടൊന്ന് കളിക്ക, മാക്സിനെ ഇട്ട് കളിക്കണം. എന്റെ ആ മണിക്കിൽക്ക നാട്ടിൽ മുഴുവൻ കാണട്ടെ. ധൈര്യം ഉണ്ട് എനക്ക് ഈ കണ്ണാടിയുടെ ചോട്ടിൽ നിന്നിട്ട് ഈ മാക്സിട്ട് കളിക്കാം. അപ്പൊ അറിയും ആണാണോ പെണ്ണാണോന്ന്. ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്റെ മുഖത്തന്നെ എഴുതി വെച്ചു ഇത് നല്ലൊരാണാണെന്ന്. അത് അനക്കല്ലേ സംശയമുള്ളൂ. പിന്നെ പെണ്ണാണെന്ന് കരുതിയിട്ടാണ് മറ്റേ ആ തേനീച്ചക്കൂടുള്ള എന്റെ പുറകെ നടക്കുന്നത്. അവന്റെ കാര്യം പിന്നെ ഞാൻ പറയാം. ആദ്യം എന്റെ തന്നിട്ട് കഴിയട്ടെ. ഹലോ ഗൈസ്, ഞാനും ആഷിൻ കൂട്ടുന്ന ഞങ്ങളുടെ പുറകെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ്. നിങ്ങളും കൂടെ വായോ, കാണിച്ചു തരാം കേട്ടോ. ആഷിന്റെ ടീഷർട്ടിന് പുറകെ എന്താ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായി? എന്ത് എഴുതിയിട്ട് എന്താ? തലവരെ ഇതല്ലേ, അന്യം താങ്ങി നടക്കേണ്ട ഗതികേടല്ലേ. പിന്നെ ഇപ്പൊ എന്റെ ടീഷർട്ടിന്റെ പുറകിൽ എന്താ എഴുതിയിട്ട് എന്താ? അവൻ വലിയൊരു ബഡ്ജറ്റ് പർച്ചേസിങ്ങിന് പോവുക. നമുക്കൊന്ന് കണ്ടു. ഈ ഭാഗത്ത് ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന്റെ വിരാമം ഓട്ടോ കിട്ടി. ഓട്ടോയിൽ ആ ഭാഗത്ത് ഓട്ടോ കിട്ടാൻ ഭയങ്കര പണിയാ. സഹാറ മരുഭൂമിയിലാണ് കണ്ടുപിടിക്കുന്നത്. നോക്കി വാങ്ങുകയാണ്. ആഷിനെ പച്ചക്കറി ഷോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കേട് പച്ചക്കറിക്കാരും നോക്കി. അങ്ങനെ പറയാ. ആഷിനെ പച്ചക്കറി എന്നല്ല, കുടുംബം നോക്കാൻ വേണ്ടി ദുബായിക്ക് ഇട്ടതാ. ഒരു കേട് സാധനത്തിനായിട്ടാ കൊണ്ട് പോന്നിക്കണേ. അതാ ചങ്ങായിയുടെ മണ്ടയിലെടുത്ത് അങ്ങനെ തോന്നുന്നുണ്ട്. നല്ലതൊന്നും എടുക്കാറിയില്ല. അക്കാര്യം പറഞ്ഞില്ല, ഞാൻ 100% എന്നോടൊപ്പം യോജിക്കുന്നുണ്ട്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച കോൽക്കളി? എനിക്കറിയില്ല. ആഷിനെ കൈ പിടിച്ചാൽ നടത്താൻ കേട്ടോ, കാരണം വിട്ട് കഴിഞ്ഞാൽ അവൻ പറക്കും. റോഡ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കോൽക്കളി. എനിക്കറിയില്ലല്ലോ അല്ലേ. അല്ല നന്മമരകളുണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പകൽമാന്യന്മാരെ ഓലോട് ചോദിക്കും. ഓലിക്കാണിത് അറിയാത്തത്. ഞങ്ങൾക്കൊക്കെ ഏറെക്കുറെ ചോറ് തിന്നണോണ്ട് അത് അറിയും. ഇതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാലല്ലോ അല്ലേ. ഇവനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേ നിങ്ങൾക്കൊക്കെ പ്രശ്നമുള്ളൂ. ഇവൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെ, അവരവരിഷ്ടം പോലെ ചെയ്യട്ടെ. അങ്ങനെയല്ല, ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു മര്യാദ മാനദണ്ഡങ്ങളും ഉണ്ട്. അത് സ്വന്തം കുടുംബത്തിലായാലും പുറത്തായാലും. ഇവനൊരു ചെറുക്കന്റെ ജീവിതം കളഞ്ഞുകൊണ്ട് ഇക്കോലത്തിൽ തെമ്മാടിത്തരം പുറത്തുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. അതിനാരെങ്കിലും ചോദ്യം ചെയ്താലേ നിങ്ങൾക്ക് വലിയ വിഷയം. ആഷിനെ കൈ പിടിച്ചാൽ നടത്താൻ കേട്ടോ, കാരണം വിട്ട് കഴിഞ്ഞാൽ അവൻ പറക്കും. റോഡ് ക്രോസ് ചെയ്യുന്നതും ഒരു ബോധലാണ് ക്രോസ് ചെയ്യുക. നോക്കുമ്പോ നല്ലൊരു മഴവില്ല. ആഷിക്ക് ബോധമല്ല എന്നുള്ളത് മലയാളികൾക്കും അവന്റെ കുടുംബക്കാർക്കും എന്നോ തിരിച്ചറിവ് വന്നിട്ടുള്ളൂ. അല്ലെ ഇപ്പൊ എന്റെ പുറകെ എങ്ങനെ മണപ്പിച്ച് നടക്കൂലല്ലോ തന്നെ. ആഷിക്ക് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി താറാമുട്ട വാങ്ങിച്ചു കേട്ടോ. പിന്നെ നേരെ പോയത് ചിക്കൻ ഷോപ്പിലേക്കാണ്. ചിക്കൻ വാങ്ങിച്ചു കുറച്ച്. താറാമുട്ട ആക്കണ്ട, അവിടെ പറയിച്ചണ്ട. പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി. എനിക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ മാങ്ങ വാങ്ങിച്ചു. മാങ്ങ ഭയങ്കര ഇഷ്ടാ. ഞങ്ങൾക്കൊക്കെ മാങ്ങയുടെ അണ്ടിയ ഇഷ്ടം. എന്റെ മഹാറാണിഞ്ഞ പെണ്ണിനെ കണ്ടിട്ടാണ് ഒരു തിരിയുണ്ട്. എന്റെ മഹാറാണിഞ്ഞ പെണ്ണ് എന്താവോ എന്റെ ഒരു നാണം കുണുങ്ങലെ. ഇടക്കൊക്കെ മറ്റേ വീഡിയോ ഈ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. എന്താവോ എന്റെ ചേരും കോലം. ഇവ ഇടക്കിങ്ങോട്ട് പണ്ഡിതനാവും. ഓനോട് ഞാൻ പണ്ടേ പറഞ്ഞേക്കണു, ഇജ്ജ് പണ്ഡിതനാവരുതേ, ഇജ്ജ് കുണ്ഡിതനായാൽ മതി. കാരണം അതിനൊരു അർഹത എനക്കില്ലാത്ത ഒരാളാണ് ഇവന്റെ രീതിയിൽ കുറെ ഇസ്ലാമിനെ തിരിച്ചും. ഇപ്പൊ അല്ലെങ്കിലേ ഈ ഇൻസ്റ്റാഗ്രാമോ ഇതൊന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവലെ പോലത്തെ കുറച്ച് കുണ്ഠിതന്മാരും ഉണ്ട്, കുറച്ച് പണ്ഡിതന്മാരും ഉണ്ട്. രണ്ടും എന്താ ചെയ്യണ പറയണെന്ന് ഓലിക്ക് തന്നെ പിടുത്തമല്ല. പുതിയ പുതിയ ദീന് കൊണ്ടുവരിക. ഇവലാണെങ്കിൽ പുതിയ പുതിയ ഇവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ദീന കൊണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര കളി. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടിട്ട് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രതികരിച്ചു പോണത്. അതല്ലെങ്കിൽ നമ്മളും ഓന്റെ വിഡ്ഢിവേഷങ്ങൾക്കൊക്കെ നമ്മളും മൂളി കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരാളാവും. അതിനെന്തായാലും ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ തെറിയോ എന്താ ചായല് പറ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. മനസ്സിലായ എനിക്ക് ഇല്ലല്ലേ? ഓൻ പെണ്ണാണ് എന്നുള്ള പോലെയാണ് ആ പെണ്ണുങ്ങള്. കണ്ടോ, പർദ്ദയും മാഫ്തിയൊക്കെ ഇട്ടിട്ട് ഹജറുൽ അസ്വദ് മുത്താൻ ക്യൂ നിൽക്കുക വേണം. ഇവനെ പിന്നാലെ സെൽഫി എടുക്കാൻ നിൽക്കുക. ഈ അപ്പുറത്ത് നിൽക്കണുണ്ടോ ഓലെ മാപ്പിളാര്, ഓലൊക്കെ നിന്ന് ചിരിക്കുക. ഓലിക്കറിയോ ഓല് ഇന്റെ പിന്നാലെ നിർത്തി ഫോട്ടോ എടുക്കുവോ, അല്ലെ വേറെ ആണിന്റെ പിന്നാലെ നിർത്തിയിട്ട് ഈ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുവോ? ഞങ്ങളൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ എന്താണോ അതന്നെ പടച്ചോന്റെ കണ്ണിൽ ഇവന്റെ കൂടെ നിന്നാലും. ഓൻ ചുരിദാർ ഇട്ടിട്ട് ആ കൊലയും തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ എങ്ങനെ പെണ്ണാവണു? ഓനെ പടച്ചോൻ പെണ്ണാക്കിയിട്ടൊന്നുമില്ല, ഓൻ മനസ്സുകൊണ്ടാണ് എന്നാ പറയുന്നത്. എന്നിട്ട് അതിന് മറ്റേ മെഡിസിന് ഇതാകാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഓൻ കൊടുക്കണുണ്ട്. എന്നിട്ട് ഓൻ പെണ്ണാണ്. പക്ഷെ ഈ കോപ്രായങ്ങൾ കാണിച്ചു വരുമ്പോഴേ അത് സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്നെ ചെയ്യും. അതേത് വിഷയത്തിലായിക്കോട്ടെ. ഇവൻ എന്തൊക്കെ തെമ്മാടുത്ത് ഒരു സാധാ ഒരു പെൺകുട്ടി നടക്കണ മാതിരി ഒരു പെൺകുട്ടിയുടെ ഒരു നാണം, ഒരു പക്വതി, ഒരു തന്റെ ഇടം, അതാണോ ഇവന്റെ അടുത്ത്? ഇവൻ ഇങ്ങനെയൊക്കെ പാടാണ്ട് കാട്ടിക്കൂട്ടും. അങ്ങനെയാണ് സാധാരണ ഒരു പെൺകുട്ടി ഉണ്ടാവാറ്. നിങ്ങൾ തന്നെ പറയും. പെണ്ണിന്റെ മനസ്സാ പറഞ്ഞിട്ട് ഇവൻ കാണിക്കണ മാതിരത്തെ ഈ കൊഞ്ചലും കോച്ചിലും ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ കുടുംബത്തിലുണ്ടോ? അങ്ങനെ ഇത് നോക്കിയേ ഓന്റെ നൃത്തം. ഇപ്പൊ ആരെങ്കിലും പോയിട്ട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ മാമുക്ക അതില് പറയണ മാതിരി വലൈക്കും അസ്സലാം. അതാണ് ഓന്റെ അവസ്ഥ. ഓനിക്ക് എവിടെ നിൽക്കണമെന്ന് ഒരു പിടുത്തമല്ല. ഇന്നലെ ഇപ്പൊ ഓനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്റെ വാപ്പാന്റെ ആണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ പോലത്തെ ആളുകള് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കണ്ടന്റ് ഉണ്ടായിക്കണം. വാപ്പാന്റെ ആണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ഒരു മകൻ ഉണ്ടായിട്ട് കബറിങ്ങ പോയി അവിടെ ഇരുന്ന് പള്ളിയിൽ പോയി ഇരുന്ന് ദുആ ചെയ്യേണ്ട ഓന് ഒരു പർദ്ദ ഇട്ടിട്ട് മറ്റേ തസ്ബീൻ ചൊല്ലിയിട്ട് ഇതിന്റെ അടുക്കളയുടെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. നേരെ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വരുന്ന വയ്യ കണ്ണു ഒരു പർദ്ദയും കയറ്റിയിരിക്കണം. അത് ഇട്ടിട്ട് തസ്ബീ ഇട്ടിട്ട് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി വാപ്പാക്ക് ദുആ. എന്നിട്ട് ഓനെ ഇഷ്ടപ്പെടുന്ന ഓനെ പോലത്തെ എല്ലാ ആളുകളോട് ദുആ ചെയ്യാൻ വസിയത്തും കൊടുത്തു. അതിന് ആമീൻ പറയാ പോലും ഉണ്ടല്ലോ. എന്ത് മഹാപാവാണ് ആ വാപ്പ ചെയ്തിക്കണാവോ? ഒരു ആൺകുട്ടി ഉണ്ടായതാണ് ഇപ്പൊ ഈ കോലത്തില്. അപ്പൊ ഇനി മറ്റേ കമന്റോളികൾക്ക് പറയാണ്ടാവും എന്റെ കുടുംബത്തിലൊന്നും ഉണ്ടാകണം, അപ്പളേ എനക്കിത് അറിയോ, അങ്ങനെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇതൊക്കെ ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ കളിയാണ് ഇജാതി തെമ്മാടിത്തരങ്ങളൊക്കെ. മുൻ കാലഘട്ടങ്ങളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് പോയിരുന്നു. അതെന്തുകൊണ്ടറിയോ? സമൂഹം അവരെ അങ്ങനെ ആക്കി തീർക്കാൻ അയച്ചിരുന്നില്ല, അവരെ എതിർത്തിരുന്നു. ആ ഒരു പേടി കൊണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സ്വതന്ത്രമായി കൊടുക്കലല്ലേ, അതിനായിട്ട് കുറച്ച് ആളുകളുണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിരുന്ന് സ്വതന്ത്രമായി കൊടുക്കുക. ഇവരൊക്കെ പകലുമാന്യന്മാരാണ്, രാത്രിക്ക് ഇവരെ തനി കൊണറിയുള്ളൂ. പിന്നെ ഇവനിക്ക് ഏറ്റവും കൂടുതൽ ഇവനിക്ക് ട്രോള് കിട്ടണത് ഏറ് കിട്ടണത് എന്താ അറിയോ? ഇവന്റെ കാണിക്കൽ അങ്ങനെയാണ്. ഒരു വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണ കോലാണത്. കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ? ഒന്ന് കണ്ടോക്കി. അസ്സലാമു അലൈക്കും, ജാസിയാണ്. ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ. എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് 4 വർഷം തികയാണ്. ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു, ചെറിയ രീതിയിൽ മൊയ്ലൂദ് പോലൊക്കെ. എങ്ങനെയുണ്ട്? കുമ്പിടിയാണ് കുമ്പിടി. അവിടെയും കാണും ഇവിടെയും കാണും. ചേട്ടൻപള്ളിക്ക് ഇതുവരെ പോയിട്ടില്ല 37 ആ മറ്റേ ജസ്ല സലീമിനെ ഒന്ന് വിളിച്ചിട്ട് അവിടെയും കൂടി കൊണ്ടുപോയെന്ന് പരിചയപ്പെടുത്താൻ പറയും. എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല. ആശയുടെ വീട്ടിലാണ് സീന്. ആശയുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. കാരണം അത് എനിക്കറിയില്ല, അത് ഈ ഒരു ഇതിന്റെ പ്രശ്നമല്ല, ആശ എന്ന വ്യക്തിനെ ബാധിച്ചിരിക്കും. കാരണം അവൻ ഏറ്റവും ലാസ്റ്റത്തെ ഒരു മകനാണ്. എന്റെ വീട്ടുകാർ സമ്മതിക്കുമായിരിക്കും. എല്ലാ വീട്ടുകാരും അങ്ങനെയല്ല. ഉളുപ്പും നാണവുമാനുള്ള വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കൂല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
ഇജിങ്ങനെ അന്തസ്സായിട്ട് കൊല്ലേ. എന്റെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം പോറ്റി വളർത്തിയ ഒരു മകനെ സിമ്പിൾ ആക്കിയിട്ട് ഇജ്ജ് പറിച്ചെടുത്തിന് കൊണ്ടുപോയിട്ട് എന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞിട്ടും അനക്ക് 4 കമന്റോളികളെ കൂട്ടുപിടിച്ചിട്ടും ഒരു കുടുംബത്തിനെ നാണം കെടുത്തി. അത്ര നാണക്കെടൊന്നും അനക്കില്ല. ഇപ്പോഴും അനക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയിട്ടും എന്തും ചെയ്യാൻ റെഡിയാണ് ഇജ്. അനക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? ഈ എന്റെ കാര്യം എന്റെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. മറ്റുള്ള ആരുടെ കാര്യത്തിലും അനക്കൊരു ഉത്തരവാദിത്തമല്ല. ഈ പറയപ്പെട്ട ആശയുടെ കാര്യത്തിലും. ആശ ഇന്നല്ലെങ്കിൽ നാളെ പോകും, അതെന്തായാലും ഉറപ്പാണ്. കാരണം എന്താ അറിയോ, ഓരോടത്ത് ഉറച്ചു നിൽക്കാത്ത ടൈപ്പാണെന്ന് ഓന്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അതെപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ അവരും. ജീവൻ അടിക്കടി ഇങ്ങനെ ദീനിന്റെ കാര്യം പറയുന്നുണ്ട്. ദീനിൽ ഇത് അലൗഡാണ്. അപ്പം ദീനിങ്ങനെ പറയുന്നോണ്ട് പറയണം കേട്ടോ. അല്ലാതെ മതത്തിലേക്ക് ആടിയാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ തെറ്റിദ്ധാരണകള് ഇതാണ് ശരിയെന്ന് ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായി അവന്റെ ശരി. എന്നിട്ട് ഇവ ഇന്റർവ്യൂ കയറി ഇവനക്ക് തോന്നിയത് വിളിച്ചു പറയാം. അപ്പൊ അത് കേൾക്കണോല് എന്താ വിചാരിക്കും, ഇതാണ് ഇസ്ലാം, ഇതാണ് അതിന്റെ ശരി എന്നുള്ളത്. ഇവൻ ഇന്ന് അമ്പലത്തിലാണെങ്കിൽ നാളെ പള്ളിയിലാ. അതാണ് ഇവന്റെ കഥ. ഇവൻ ഇന്ന് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നാളെ ഹിന്ദു, മറ്റന്നാ ക്രിസ്ത്യൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അറിയോ? ഹിന്ദുവിനോടോ മുസ്ലിമിനോടുള്ള ഒരു റെസ്പെക്റ്റും കൊണ്ടല്ല, അവന്റെ കണ്ടന്റ് തേക്കാനാ. അതോ നന്നായി ചെയ്തും പോണുണ്ട്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞ് പണ്ഡിതം കളി കളിക്കുകയാണെങ്കിൽ ഇനിയും പറയും, ഇനിയും റിയാക്ട് ചെയ്യും. ഈ കണ്ടത് കൂട്ടിക്കോ. എന്നെ വാഴ്ത്താനൊക്കെ ആളുണ്ടാവും. പക്ഷെ തൽക്കാലം എനിക്ക് അതിന് സൗകര്യമില്ല. ആരാ മനസ്സിലായില്ല നിങ്ങൾക്ക്? ആശി വയറ് കാണിക്കാൻ പറ്റൂല പറഞ്ഞ കാക്കയാണ്. ഇപ്പൊ നോക്കാം, ഇപ്പൊ എനിക്ക് വയറും കാണിക്കാം, എല്ലാം കാണിക്കാം. ഇവനല്ലേ ജന്മനാ പെണ്ണായിട്ട് ജനിച്ചു നിങ്ങൾ പറഞ്ഞത് അല്ലേ? അന്ന് ഇതൊക്കെ ഓൻ കാണിച്ചിരുന്നു. ഇപ്പൊ ആസനം വരെ വെളുത്തു തുടങ്ങിയപ്പോഴാണ് ഓനിക്ക് പെണ്ണാകാൻ തോന്നിയത്. അത് വിശ്വസിച്ചിട്ട് പിന്നാലെ അടക്കാൻ അമ്മ എന്തു. എന്നിട്ട് ഓൻ പറയാ ആശിക്ക് വയറ് കാണിക്കുന്ന ഇഷ്ടമല്ല. ആശിക്ക് പിന്നെ എന്ത് കാണിക്കുന്ന ഇഷ്ടം? ഇനി പേഴ്സണലി എനിക്കൊരു സത്യം പറയണം. ഇവന് അവരെ ദൈവം കൊടുത്തല്ലേ, അതുകൊണ്ട് മറ്റേ അവരെങ്ങനെ പറയാൻ നിൽക്കണ്ട, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്ന കമന്റോളികളോടാട്ടോ ഞാൻ പറയുന്നത്. ഇവനെ പോലെ ഈ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ഇന്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കലുണ്ട്. എന്തിനാ അറിയോ? ഇജ്ജ് കൊടുത്തത് നന്നായി, ഇവനക്ക് കുറച്ച് കൂടുതലാണെന്ന്. ആരാ പറയണേ? മനസ്സ് പെണ്ണും ബാക്കിയുള്ളതാണും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ, ആ ടീമിന് വരെ ഇവന് ഇഷ്ടമല്ലാന്ന്. അപ്പൊ എന്തായാലും കാരണം ഇവൻ പക്ക ഓവറാണ്. ഞാൻ ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല ഇവനോട് പറയുന്നത്, ഇവനക്ക് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇവൻ നല്ല ഓവറാണ്. ഒരാണായി നടക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഷറും ഷുഗറൊക്കെ വരേണ്ട ടൈമായി. ഇതുള്ള മേക്കപ്പും പുട്ടിയൊക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ മാതിരി നടക്കുക, ഈ ഹോർമോണും കുത്തി വെച്ചിട്ട്. എത്ര കാലം അങ്ങനെ നടക്കും? മറ്റോനെ നമ്പണ്ട. മറ്റേ പെരീന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോന്നതാ. അറിയോ നിങ്ങക്ക്? പിന്നെ പൊന്തിക്കണ ഇവന്റെ പെരയിലാ.